ഞാൻ പറയേണ്ടടുത്ത് പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിലും മറ്റും ഫസ്റ്റ് ഒരു അവസരം കിട്ടിയപ്പോൾ പാർലമെന്റിൽ അത് പ്രവാസികൾക്ക് വേണ്ടിയാണെന്ന് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അത്യന്തം അഭിമാനകരമാണ്. താങ്ക് യു പ്രിയപ്പെട്ട MP. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ട സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് ഉണരേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക. ഏത് വീട്ടിൽ നിന്നും, എത്ര വലിയ കൊട്ടാരമാണെങ്കിലും, എത്ര ചെറിയ കുടിലാണെങ്കിലും, ഒരു ചെറ്റപ്പുരയാണെങ്കിലും, മറ്റെന്താണെങ്കിലും, ഒരു ഓലമേഞ്ഞ ഷെഡാണെങ്കിലും, ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന എൻ്റെ കുട്ടി സുരക്ഷിതമായി വീടെത്തണേ എന്നുള്ളതാണ്. എൻ്റെ കുട്ടിയെ കാത്തോളണേ എന്നുള്ളതല്ലാതെ, ഒരു പ്രാർത്ഥനയോടെ അല്ലാതെ ഒരു മാതാപിതാക്കളും സ്വന്തം മക്കളെ പുറത്തേക്ക് അയക്കുന്നില്ല. അതേ വീടുകളിൽ ഇന്ന് പരസ്യ പ്രതികരണങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു. ഒരു മാതാവ് പറയാണ്, എൻ്റെ മാതാവിനെ എൻ്റെ മകൻ കൊല്ലുവോന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറയേണ്ടി വരികയാണ്. അവന്റെ പെങ്ങളുടെ കുട്ടിയെ ആക്രമിച്ചതിന്റെ പേരിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ട് 9 മാസത്തെ ശിക്ഷ അനുഭവിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന മകൻ സ്വന്തം മാതാവിനെ കൊല്ലുവെന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് വീട്ടിലെ അമ്മമാർ, ഉമ്മമാർ മാറിയിട്ടുണ്ടെങ്കിൽ ലഹരി നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമല്ല. ലഹരി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയോടെയാണ് ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ഈ ആയിരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഈ ലൂളി ഗ്രൗണ്ടിൽ ആയിരക്കണക്കിനായ ആളുകൾ നിരവധി തവണ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും കായിക മേളകളിലും ഒക്കെ ഇവിടെ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. KMCC എന്ന പ്രസ്ഥാനം ഇതിനു മുമ്പും ആയിരക്കണക്കിന് ആളുകളെ പല വേദികളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. KMCC ഇന്നിന്റെ വേദനകളിൽ, ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരുടെ കംഫർട്ടിന്റെ മരുന്ന് പുരട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, KMCC പരിപാടികൾ ഇതിനു മുമ്പ് വന്ന ആയിരങ്ങൾ, ലൂളി ഗ്രൗണ്ടിൽ ഇതിനു മുമ്പ് വന്ന ആയിരങ്ങൾ, ഈ തെരുവമ്പറമ്പിൽ വന്ന ആയിരങ്ങൾ, അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അനിവാര്യമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഈ സമൂഹം നടത്തിയ തയ്യാറെടുപ്പിൽ, ഈ നാട് നടത്തിയ ഏറ്റവും വലിയ തയ്യാറെടുപ്പിനാണ് KMCCയും തെരുവമ്പറമ്പും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട KP മുഹമ്മദും അതുപോലെ തന്നെ സാലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, പ്രവാസികളുടെ നാടിന്റെ KMCCയുടെ ഓരോരുത്തരും നാടിന്റെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് ഒരു നാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കാവുന്ന തരത്തിൽ മനുഷ്യരുടെ ജീവനെ തകർക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾ നാടിന്റെ ചെറുപ്പക്കാരെ, സ്കൂളിലെ കുട്ടികളെ, കുഞ്ഞു മക്കളെ പോലും ലക്ഷ്യം വെച്ച് അവരെ വഴിതെറ്റിക്കുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ നാടൊന്നടങ്കം ഇറങ്ങണമെന്നുള്ള ആഹ്വാനമായി നിരവധി കർമ്മ പദ്ധതികളുമായി അവര് മുന്നിട്ട് വരുമ്പോ അവരിവിടെ വായിച്ചു കേട്ട KP മുഹമ്മദ് ഇവിടെ വായിച്ചു കേട്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, അതിനു കൂടെ ചേർന്ന് നടക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെങ്കിൽ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയുന്നു, വടകരയുടെ മണ്ണിൽ ലഹരിയെ തുരത്താനുള്ള KMCC ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ മുന്നിലും പിന്നിലും ഒപ്പവും ഈ വടകരയുടെ MP എന്നുള്ള നിലയിൽ ഞാനും സഞ്ചരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ഉമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ, ഒരു 10-30 കിലോമീറ്റർ ബൈക്ക് എടുത്ത് സഞ്ചരിച്ച് കുടുംബത്തിലെ 5 പേരെ കൊല്ലുമ്പോ കൈവറക്കാത്ത മകൻ, 23 വയസ്സുകാരനെ സംബന്ധിച്ച് നാട് പേടിയോടെ, ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരുമ്പോ, ഒരു കഥ എഴുതിയാൽ പോലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ക്രൂരത ഈ ലഹരിയുടെ പേരിൽ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം തകർക്കുമ്പോ എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസങ്ങളില്ലാതെ നാടിന്റെ ഒരു പൊതുകാര്യത്തിന് വേണ്ടി ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരോടൊപ്പം ഒന്ന് സംസാരിച്ചിട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ടോ അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി അതിന് കൈയടിക്കാനും കളിക്കാനും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഒരു വോളിബോൾ കോർട്ടിന്റെ നടുവിലും ചുറ്റിലും നിന്ന് ആരവങ്ങൾ തീർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു പാട്ടിനോ ഒരു നൃത്തത്തിനോ നൽകാൻ കഴിയാവുന്ന ഒരു സന്തോഷം, ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കണ്ണികളാവാൻ ശ്രമിക്കുമ്പോൾ നാടിന്റെ മതേതര ഐക്യം നൽകുന്ന സന്തോഷം,
അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആയിരക്കണക്കിനായ ആളുകളുടെ സംഗമം. നോക്കത്താ ദൂരത്തോളം ആളുകൾ ഇങ്ങനെ KMCCയുടെ വേദിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ഇടതുവശത്ത് പ്രാർത്ഥനകളോടെ പ്രിയപ്പെട്ട അമ്മമാർ ഉമ്മമാർ വന്ന് നിൽക്കുമ്പോ ചെറുപ്പക്കാരോട് തീരുമാനമെടുക്കട്ടെ, ഈ പറയുന്ന ബോധം നശിക്കുന്ന സന്തോഷങ്ങൾ എനിക്ക് വേണ്ട, നല്ല ബുദ്ധിയിലും ബോധത്തിലുമുള്ള സന്തോഷങ്ങൾ, അതാണ് ഞങ്ങളെ നയിക്കേണ്ടെന്നുള്ളൊരു തീരുമാനം അവരോരോരുത്തരും എടുക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭൂതപൂർവമായ ഉദ്യമത്തിന് അതൊരു ക്യാമ്പയിനാണ്. അതിന് റിസൾട്ട് ഉണ്ടാവേണ്ടത് എന്നെപ്പോലുള്ള ആളുകളുടെ പ്രസംഗങ്ങളുടെ പേരിലല്ല, അതിന് റിസൾട്ട് ഉണ്ടാവേണ്ടത് നടപടികളുടെ പേരിലാണ്. അതിനെ നടപടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ തെരുവമ്പറമ്പിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്കും KMCCക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. നേതൃത്വം നൽകുന്നത് വടകര റൂറൽ SP KE ബൈജു IPS അവറുകളാണ്. സ്നേഹപൂർവം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അന്ന് മഴ കാരണം പാർലമെന്റിൽ നിന്ന് എനിക്ക് മുടക്കി വരേണ്ടി വന്നില്ല, ഇന്നിവിടെ പങ്കെടുക്കാൻ പറ്റി. ഇപ്പം ഇന്ന് രാത്രി കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റാണ്, നാളെ പാർലമെന്റ് ഉണ്ട്. 6:40 ട്രെയിൻ വടകരന്ന് പിടിച്ചാലേ അതിനെത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടെ ഞാനൊന്ന് ഇറങ്ങുന്നു. ബാക്കി പിന്നെ പ്രതിജ്ഞയിലേക്ക് കടക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KP മുഹമ്മദിൻ്റെ അനുമതിയോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിജ്ഞ നടക്കാം. ഒന്ന്, ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്, കേരള പോലീസിൻ്റെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യണം. ആ ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി. വിളിക്കുന്ന ആളുകളുടെ ഇൻഫർമേഷൻ ഞങ്ങൾ ചോദിക്കുന്നേ ഇല്ല. കിട്ടുന്ന ഇൻഫർമേഷൻസ് കൈയോടെ പിടിക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യണം എന്നാണ് അഭ്യർത്ഥന. നമ്പർ ഞാൻ പറയാം. ഒരു നമ്പറുണ്ടെങ്കിൽ നിങ്ങളത് മതി. അപ്പം ഞാൻ പ്രതിജ്ഞയിലേക്ക് കിടന്നേക്കാം. ഓക്കെ, എല്ലാവരും കൈ ഉയർത്തി പിടിക്കുക. ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് ചൊല്ലുന്നത്. ലഹരി സകല തിന്മകളുടെയും രണമായതുകൊണ്ട് ഞാൻ ജീവിതത്തിലൊരിക്കലും ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും മറ്റുള്ളവരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുമെന്നും എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും മാരകമായ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു. ലഹരിമുക്ത സമൂഹം നിർമ്മിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ സജീവമായി പങ്കുചേരുമെന്നും ഇടപഴകുന്ന മേഖലകളിൽ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തടയുകയും നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേരുമെന്നും സാമൂഹിക വിപത്തായ ലഹരി ജീവിതത്തിൽ ഒരിക്കലും രുചിച്ചു നോക്കില്ലെന്നും ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുകയും സർവശക്തനായ നാഥനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഞാനും അധ്യക്ഷൻ്റെ ഒരു അനുമതിയോടെ വിടവാങ്ങിയാണ്. എനിക്ക് 6 മണിക്ക് ഒഫീഷ്യൽ ഒരു മീറ്റിംഗ് ഉണ്ട്, കോഴിക്കോട് എത്തേണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ വന്നത്, പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ടാണ് വന്നത്. ഓക്കെ, താങ്ക് യു.
വേദിയിൽ UAE KMCC കോർഡിനേഷൻ കമ്മിറ്റി ഈ മഹാസംഗമത്തിന് അനുബന്ധമായി പുറത്തിറക്കുന്ന അരുത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സപ്ലിമെന്റിന്റെ പ്രകാശനമാണ് വേദിയിൽ നടക്കുന്നത്.